നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഞാനിന്നിവിടെ കാണിക്കുന്നത് മാംഗോ മൂസ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. ഇതിന് ആവശ്യമുള്ളത് നന്നായി പഴുത്ത മാങ്ങ വേണമെന്ന് മാത്രമേ ഉള്ളൂ. നന്നായി പഴുത്ത് നല്ല മധുരമുള്ള മാങ്ങയാണ്, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ കുറച്ച് വിപ്പിംഗ് ക്രീമുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് ഞാനിവിടെ കുഞ്ഞു മാങ്ങ നന്നായി പഴുത്ത് നല്ല മധുരമുള്ള 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കിയെടുത്തു. അതിനുശേഷം ഒരു ബൗള് 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചു. അതേപോലെ തന്നെ എഗ് ബീറ്ററിൻ്റെ ബ്ലേഡും കൂടെ നമ്മൾ ഒന്ന് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ നല്ല തണുത്ത പാത്രത്തിൽ വേണം നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാൻ. എപ്പോഴും വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കുമ്പോൾ അങ്ങനെ ചെയ്യണം, അപ്പോഴാണ് നന്നായി പതഞ്ഞ് വരുള്ളൂ. അപ്പോൾ ഞാനിവിടെ ബെറ്റി ക്രൂക്കറിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 2 സാഷയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ മാംഗോ മൂസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ കുഞ്ഞ് 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ള എത്രയാണെന്ന് വെച്ചാൽ അത്രയും വിപ്പിംഗ് ക്രീം നമ്മൾ അതിനനുസരിച്ച് എടുക്കണം, മാങ്ങയ്ക്കനുസരിച്ചിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പാലൊഴിച്ച് കൊടുത്തു. നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാൻ എത്രത്തോളം ആവശ്യമുണ്ടോ അത് അത്രയും പാൽ ചേർത്തിട്ട് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ 2 ടീസ്പൂൺ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അത് സ്ലോയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹൈ ആക്കി ഒരു 5 മിനിറ്റോളം ഞാൻ ബീറ്റ് ചെയ്തിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് വിപ്പിംഗ് ക്രീം. അതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് മതി. ഞാനിവിടെ 1/4 കപ്പാണ് കാണിക്കുന്നത്, പക്ഷേ ഞാൻ അത്രയൊന്നും എടുത്തിട്ടില്ല. ഞാനൊരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1-1.25 ടേബിൾ സ്പൂൺ അത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അതുകൊണ്ട് തന്നെ മാങ്ങയ്ക്ക് അനുസരിച്ച് വേണം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാൻ. അതും കൂടെ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് വിപ്പിംഗ് ക്രീം മാറ്റി വയ്ക്കാം. നമ്മൾ ഈ വിപ്പിംഗ് ക്രീം അടിക്കുമ്പം അടിയിൽ ഐസ് ഇട്ട ഒരു പാത്രത്തിൻ്റെ മുകളിൽ നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം ചെയ്യുന്ന ബൗൾ വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ ഈ മാംഗോ പൾപ്പില്ലേ നമ്മൾ അടിച്ചു വെച്ചിട്ടില്ലേ, അത് കുറേശ്ശെ ഓരോ സ്പൂൺ വെച്ച് ചേർത്ത് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വല്ലാതെ ഇളക്കിയിട്ട് മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മുടെ മാംഗോ മൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് നമ്മൾ എടുക്കുക. അത് നമ്മൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ളിൽ ബബിൾസ് വരാത്ത പോലെ നമ്മൾ നന്നായിട്ടത് എടുക്കണം. എന്നിട്ട് അതിൽ കുറച്ച് മുകളിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമും കുറച്ച് മാംഗോ പൾപ്പും കൂടെ ഒഴിച്ച് ഒരു ചെറിയ പീസ് പുതിനയിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പം ഈസി അല്ലേ മാംഗോ മൂസ് ഉണ്ടാക്കാൻ? നല്ല പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.